അയോൾ ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഫിറ്റർ പരീക്ഷയിലെ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇപ്പോൾ സ്ട്രെയിറ്റ് എഡ്ജിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഫണ്ടമെന്റലി നമ്മൾ എന്തിനാണ് സ്ട്രെയിറ്റ് എഡ്ജ് യൂസ് ചെയ്തതെന്ന് പഠിക്കും. അതിനുശേഷം ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ കുറച്ച് ഒരു നമുക്ക് ട്രേഡ്സ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം കുറച്ച് വാല്യൂസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ആ വാല്യൂസ് കൃത്യമായിട്ട് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ക്ലാസ്സിൽ തന്നെ നമുക്കത് പഠിച്ചു പോകാം. പിന്നീട് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മളൊരു തറവായിട്ട് നമ്മൾ പോകും. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ഫ്രീക്വൻ്റ്ലി വരുന്ന ഒരു ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് കയറി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം റീസെൻ്റ്ലി വരുന്ന ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ ഒരു പോർഷൻസ് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പേരൊക്കെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഓർത്തിരിക്കേണ്ടത് എന്താണ് ഈ ഒരു സ്ട്രെയിറ്റ് എഡ്ജ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ്, ആ കമ്പോണൻറ്റ് അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഗ്യാപ്സ് ഉണ്ടോ, അതായത് ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ്നെസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ സ്ട്രെയിറ്റ് എഡ്ജ് നോർമലി മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതർ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടോ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. ഇപ്പോൾ ഏതൊക്കെയാണ് സ്റ്റീൽ കൊണ്ടോ കാസ്റ്റ് അയൺ കൊണ്ടോ. അപ്പോൾ ഈ സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകളും കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജുകളും നമ്മൾ രണ്ടായിട്ടാണ് ഇവിടെ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് പഠിക്കുന്നത്? ഒന്ന് സ്റ്റീലിന്റെ സ്ട്രെയിറ്റ് എഡ്ജും പിന്നീട് കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജും. ഈ സ്റ്റീലിന്റെ സ്ട്രെയിറ്റ് എഡ്ജ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റീലിന്റെ സ്ട്രെയിറ്റ് എഡ്ജ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അത് ഏതൊക്കെയുണ്ട്? നോർമലി ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷനുള്ള നോർമലി ഒരു സ്ട്രെയിറ്റ് എഡ്ജ്. പിന്നീട് എന്താണ് വരുന്നത്? ടൂൾ മേക്കേഴ്സ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജ് ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ടൂൾ മേക്കേഴ്സ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൂൾ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഇത് കുറച്ചുകൂടെ സ്മാളർ ഇൻ ലെങ്ത് ആയിരിക്കും. ഒരു ബിവൽഡ് എഡ്ജ് ഉണ്ടാവും. നോർമലി ഒരു അക്യൂട്ട് ആംഗിൾ, ഒരു 60 ഡിഗ്രി ഇന്റേണൽ ആംഗിൾ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ബിവൽ അല്ലെങ്കിൽ ഈ ടൂൾ മേക്കേഴ്സ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജ് യൂസ് ചെയ്യാം. ഇത് അവിടെ നിൽക്കട്ടെ. ഈ ഭാഗത്തൊന്നും വലിയ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്. അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 2 meters ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക. 2 meters ഇൻ ലെങ്ത്തിലാണ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെന്റലി എന്താണ് സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് മനസ്സിലാക്കുക, ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റത്തേതാണ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജ്. അത് 2 meters ഇൻ ലെങ്ത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജ് ആണ്. അപ്പോൾ ഈ കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഇതിൽ ഇപ്പം നമ്മൾ ഈ തേപ്പ് വലയൊക്കെ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പ്ലംബറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ തേപ്പ് വലകിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഈ റിബ്സ് പോലെ ഇങ്ങനെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 2 ഫീറ്റ്സ് ഉണ്ടാവും. ഫീറ്റ്സ് എന്തിനാണ് ഈ പറയുന്ന ഡിസ്റ്റോർഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഫീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നോർമലി ഒരു ക്ലോസ് ഗ്രേഡ് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റ് അയൺ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് പഠിച്ച സമയത്ത് നമ്മൾ കാസ്റ്റ് അയൺ ഒക്കെ കൃത്യമായി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 6 പഠിച്ച സമയത്ത് അപ്പോൾ ഈ കാസ്റ്റ് അയൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം ഇത് കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ക്ലോസ് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിന്റെ അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 3 meters ആണ്. കഴിഞ്ഞത് എന്താ പഠിച്ചത്? 2 meters ആണ്. ഇപ്പൊ എത്രയാണ്? 3 meters ആണ്. ഇതാണ് ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മെയിൻ പോയിന്റ്. ഇത് തന്നെയായിരിക്കും ഒരു കേരള PSC എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട്, എന്നാൽ വളരെ എന്താ പറയുക, നമ്മുടെ ഒരു രീതി ഉണ്ടല്ലേ, ട്രേഡ്സ്മാൻ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നത് ഒരുപാട് ട്വിസ്റ്റഡ് ആയി വരണമെന്നില്ല, നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോയിന്റ് ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാണ്? അവൈലബിൾ അപ് ടു 3 meters ഇൻ ലെങ്ത് ആണ്. ഏതാണ്? കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജുകൾ. കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജുകൾ. സ്റ്റീൽ ആണെങ്കിലോ 2 meters ഇൻ ലെങ്ത് ആണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഓർത്തിരുന്നോ? മെഷീൻ ടൂൾ സ്ലൈഡ് വേസിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സ്ട്രെയിറ്റ് എഡ്ജ് ആണ് യൂസ് ചെയ്യുക. അതായത് ഈ മെഷീൻ ടൂളിന്റെ സ്ലൈഡ് വേസ് അറിയാം. മെഷീൻ ടൂൾ സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലേത്തിന്റെ ഒക്കെ ഭാഗങ്ങളിലെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അല്ലേ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരിക്കും? കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജ് വെച്ചിട്ടായിരിക്കും. ക്ലിയർ. ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ റിബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കേണ്ടതാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് വരുന്നതാണ് ഫീലർ ഗേജ് വെച്ചിട്ട് ഇതിന്റെ ഗ്യാപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതായത് ഈ ഒരു
ഫിഗറിൽ നിങ്ങളൊരു മെഷീൻ കമ്പോണന്റിന് മുകളിൽ ഈ പറയുന്ന സ്ട്രേറ്റ് എഡ്ജ് വെച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഫീലർ ഗേജ് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ നമുക്ക് ഫീലർ ഗേജ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്. അതായത് ബൈ യൂസിങ് എ ഫീലർ ഗേജ് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് തന്നെ നമുക്കൊരു ലൈറ്റ് ബോക്സിന്റെ സഹായത്തോടുകൂടി കണ്ടുപിടിക്കാം. ലൈറ്റ് ബോക്സിന്റെ സഹായത്തോടുകൂടി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെഷീൻ കമ്പോണന്റ്, ഇപ്പോൾ കമ്പോണന്റ് ഉണ്ട്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്പോണന്റ് കാണാം. ഈ കമ്പോണന്റിന്റെ മുകളിൽ സ്ട്രേറ്റ് എഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതിന് അപ്പുറം എന്തുണ്ട്, ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് സോഴ്സിൽ നിന്നൊരു ലൈറ്റ് ഇങ്ങോട്ട് കടന്നു വരുന്നു. ഈ ലൈറ്റ് ഈ കമ്പോണന്റ് ഉള്ളിൽ കൂടി ഇങ്ങനെ കയറി വരികയാണ് അല്ലേ. അപ്പോൾ ഈ കമ്പോണോട് കയറി വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഇപ്പുറത്തോട് വരുന്നുണ്ടെങ്കിൽ ഇത് മീൻ ചെയ്യുന്ന എന്താണ്, ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. അതായത് ഈ ഗ്യാപ്പ് ഈസ് മോർ ദാൻ 0.002 mm. ഓർത്തിരിക്കുക, 0.002 mm ആണ്, അതായത് 2 മൈക്രോൺ. അതായത് ഈ 002 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ മൈക്രോൺ എന്ന് പറയുന്നത് കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ 0.002 0.02 ഒക്കെ ആയിരിക്കും ഓപ്ഷൻ വരിക. അപ്പോൾ ഈ ഒരു പൂജ്യത്തിന്റെ പേരിലായിരിക്കും നമുക്ക് അവിടെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2 മൈക്രോൺ ഒന്നും കൂടെ നിങ്ങൾ അതൊന്ന് കീവേഡ് ആക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ആൻസർ തെറ്റുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് ഈസി ഒരു പിക്കിങ്ങിലേക്ക് മാറും. കാരണം ഈ വാല്യൂസ് കാണാതെ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ടെക്നിക്കും കൂടെ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 0.002 mm കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ലൈറ്റ് സീൻ ചെയ്യും. അതിൽ താഴെയാണെങ്കിലോ ഒരു ടിൻഡൽ ലൈറ്റ് ആയിരിക്കും അവിടെ സീൻ ചെയ്യുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എനിവേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രേറ്റ് എഡ്ജ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെസ്റ്റിംഗ് മെഷീൻ ടൂൾ സ്ലൈഡ് വേസ്. ഏതാണ് ക്വസ്റ്റ്യൻ? വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രേറ്റ് എഡ്ജ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെസ്റ്റിംഗ് മെഷീൻ ടൂൾ സ്ലൈഡ് വേസ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചാണ്. സ്റ്റീൽ സ്ട്രേറ്റ് എഡ്ജ് ആണോ? അല്ല. ടൂൾ മേക്കേഴ്സ് ആണോ? അല്ല. അലൂമിനിയം ആണോ? അല്ല. കാരണം നമ്മൾ ആകെ 2 ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്, സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ. സ്റ്റീലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൂൾ മേക്കർ സ്റ്റീൽ സ്ട്രേറ്റ് എഡ്ജ് പഠിച്ചത്. ഇവിടെ എന്താണ് ആൻസർ വരിക? കാസ്റ്റ് അയൺ സ്ട്രേറ്റ് എഡ്ജ് ആണ് ആവശ്യം വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. കാസ്റ്റ് അയൺ സ്ട്രേറ്റ് എഡ്ജുകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് അവൈലബിൾ ഫോർ സ്റ്റീൽ സ്ട്രേറ്റ് എഡ്ജ്? 1 meter, 2 meter, 3 meter or 4 meter? 1, 2, 3 or 4? ഏത് ആൻസർ വരും? സ്റ്റീൽ സ്ട്രേറ്റ് എഡ്ജ് ആണ് അല്ലേ, 2 meters in ലെങ്ത്. കാസ്റ്റ് അയൺ ആണെങ്കിലോ അപ് ടു 3 meters in ലെങ്ത്. അപ്പോൾ സ്ട്രേറ്റ് എഡ്ജിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തിനാണ് സ്ട്രേറ്റ് എഡ്ജ് എന്ന് ആദ്യം പഠിക്കുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം, അവൈലബിൾ ലെങ്ത് പഠിക്കുക, പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസും ആ ലൈറ്റ് സോഴ്സ് വരുമ്പോൾ 2 മൈക്രോണിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യവും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രേറ്റ് എഡ്ജിനെ കുറിച്ച് ട്രേഡ്സ്മാൻ പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ പിന്നീട് സ്കിപ്പിംഗ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏകദേശം 8 മോഡ്യൂളുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മോഡ്യൂളും കൂടെയാണ് പെൻഡിങ് ഉള്ളത്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം മാർച്ച് 20-21 തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, എനിവേ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.